ഇന്റർഫേസ് വരുന്നത്. നമുക്ക് ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ പഗാർ ബുക്കിന്റെ ജിയോയുടെ കാര്യങ്ങളാണ് നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഡാഷ്ബോർഡ് എന്നൊരു കാര്യം കിടക്കുന്നുണ്ടാവും. അപ്പൊ അതിൽ നിങ്ങൾക്ക് കാണിക്കുക എത്ര ടാസ്കുകളാണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്, എത്ര ടാസ്ക് ആണ് സ്റ്റാർട്ട് ചെയ്യാത്തത്, അത് ഡിലേ ടാസ്ക് ഏതൊക്കെയാണ്, അതുപോലെ ഇൻ പ്രോഗ്രസിൽ ഏതൊക്കെയാണ്, പിന്നെ കംപ്ലീറ്റ് ചെയ്തേക്കുന്ന ടാസ്കുകൾ, അതുപോലെ കസ്റ്റമറിനെ ഇന്നത്തെ ദിവസം ആഡ് ചെയ്തേക്കണം അല്ലെങ്കിൽ അവർക്ക് സർവീസ് കൊടുത്തേക്കുന്ന കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ആയിരിക്കും കിട്ടുന്നത്. അതിന്റെ അടിയിലേക്ക് പോകുമ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽ, ഇപ്പോൾ ഓരോ ദിവസം ടോട്ടൽ സ്റ്റാഫ് എത്ര ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ട്രാവൽ ചെയ്തേക്കുന്നത്, ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ഇതിന്റെ ഒരു ടോട്ടൽ ഔട്ട്പുട്ട് കാര്യങ്ങൾ കിട്ടുന്ന ഒരു ടോട്ടൽ ഡാഷ്ബോർഡിലേക്ക് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ ഓരോ സ്റ്റാഫുകൾ എടുത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവർ പഞ്ചിങ് ചെയ്ത ടൈം, പഞ്ച് ഔട്ട് ചെയ്ത ടൈം, ടാസ്ക് എത്ര കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഫോം ആഡ് ചെയ്തേക്കുന്ന കാര്യങ്ങൾ, ആവറേജ് ടാസ്ക് ഡ്യൂറേഷൻ, അങ്ങനത്തെ ഒരു അവരുടെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഇതിൽ ടോട്ടൽ സ്റ്റാഫ് എത്രയാണ്, എത്ര പേര് പഞ്ച് ചെയ്ത് പഞ്ച് ഔട്ട് ചെയ്ത്, ഈ പറഞ്ഞ കാര്യങ്ങൾ കിട്ടും. പിന്നെ അതിന്റെ ട്രാക്കിംഗ് പാർട്ടിലേക്ക് പോയി കഴിയുമ്പോൾ ഇതിൽ നമുക്ക് ലൈവ് ട്രാക്കിംഗ് കാര്യങ്ങൾ ചെയ്തേക്കുന്ന കംപ്ലീറ്റ് സ്ട്രീം ലൈൻ ചെയ്തേക്കുന്ന കംപ്ലീറ്റ് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു ലൊക്കേഷനിൽ ഇപ്പൊ ഇന്ന ആള് ഇന്ന് പഞ്ചിങ് ചെയ്ത് പഞ്ച് ഔട്ട് ചെയ്തേക്കുന്ന കാര്യങ്ങൾ, എത്ര ദൂരം ആള് ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഇതിന്റെ ഉള്ളിൽ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിൽ ആരൊക്കെയാണ് ഓൺ ട്രിപ്പിലുള്ള, ആരൊക്കെയാണ് ട്രാവൽ ചെയ്യാത്ത, ഈ പറഞ്ഞ രീതിയിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളായിരിക്കും നമുക്ക് ഇതിന്റെ ഉള്ളിൽ കാണുന്നത്. അപ്പൊ ഇതിൽ കാണുന്ന ആള് ട്രാക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു 11:46 AM ആള് ട്രാവൽ ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ആള് സ്റ്റോപ്പ് ചെയ്തേക്കുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. 70 മിനിറ്റ്സ് ആള് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആള് 53, അതായത് 530 മീറ്റർ വീണ്ടും ഡ്രൈവ് കാണിക്കുന്നുണ്ട്. അത് ഫോണിന്റെ ഗൈറോസ്കോപ്പ് വെച്ചിട്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം സെൻസ് ചെയ്തെടുക്കുന്നത്. പിന്നെ അതിന്റെ കംപ്ലീറ്റ് ഡാഷ്ബോർഡിലേക്ക് പോകുകയാണ്, ട്രാക്കിംഗ് ഡാഷ്ബോർഡിലേക്ക് പോകുമ്പോൾ അതിലേക്ക് കാണിക്കും എത്ര കിലോമീറ്റർ, എത്ര ടൈം അവർ ട്രാവൽ ചെയ്തിട്ടുണ്ട്, എത്ര ടൈം ഇൻ മോഷനിലുണ്ട്, എത്ര ടൈം ഇൻ റെസ്റ്റിലുണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ നിങ്ങൾക്ക് കാണിക്കുന്നത്. ടൈം ലൈനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിലുള്ള ട്രാവൽ ചെയ്തേക്കുന്ന ഡിസ്റ്റൻസ്, ആളുടെ കറന്റ് ലൊക്കേഷൻ, അതാണ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ കാണിക്കുന്നത്. ഇതിൽ നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണിക്കും അവർ ട്രാവൽ ചെയ്തേക്കുന്ന ഒരു ഡിസ്റ്റൻസിന്റെ ഒരു ആരോയിൽ നമുക്ക് കാണിച്ചു തരും എത്ര എത്ര ദൂരമാണ് അവർ ട്രാവൽ ചെയ്തേക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഇതൊക്കെയാണ്. ഇപ്പൊ അതിന്റെ സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ നിന്ന് നമുക്ക് ആക്സസ് കാര്യങ്ങൾ വേണമെങ്കിൽ അവർക്ക് തന്നെ സ്റ്റാഫുകൾക്ക് തന്നെ വിസിബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തന്നെ കാണാവുന്ന ഓപ്ഷനിലേക്ക് നമുക്ക് ഇനേബിൾ ചെയ്തിടാനായിട്ട് പറ്റും. അപ്പൊ അവർക്ക് തന്നെ അവരുടെ പോയേക്കുന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലൊക്കേഷൻസ് കാര്യങ്ങൾ അവർക്ക് തന്നെ ട്രാക്ക് കിട്ടും. പിന്നെ ടാസ്ക് എന്ന് പറഞ്ഞ പാർട്ടിലേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, പിന്നെ സ്റ്റാഫിന് അസൈൻ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ പറയുകയാണ് ഇന്നൊരു ടാസ്ക് അസൈൻ ചെയ്യണമെങ്കിൽ ഇവിടുന്ന് തന്നെ അഡ്രസ്സ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ അത് ജിയോ ഫെൻസിങ്ങോ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ ഫെൻസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതുകൂടാതെ തന്നെ കസ്റ്റമറുടെ പേരോ കാര്യങ്ങളോ നമ്മൾ ഓൾറെഡി എൻറോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഓട്ടോമാറ്റിക് ലൊക്കേഷൻ കാര്യങ്ങൾ എൻറോൾ ആവും. പിന്നെ അതിന്റെ വർക്ക് ടൈം കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ പറയുകയാണെങ്കിൽ ലെറ്റ്സ് സേ 4 to 5 എന്നുള്ള ടൈമിലാണ് ആള് ജോയിൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്ലയന്റിനെ മീറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 4 to 5 എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ രീതിയിലായിരിക്കും നമ്മൾ ഇതിന്റെ ഒരു കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജിയോ ഫെൻസിങ് ചെയ്യണമെങ്കിൽ ഫെൻസിങ്ങിന്റെ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ടാസ്ക് റിപ്പീറ്റ് ചെയ്യണം അല്ലെങ്കിൽ OTP വെരിഫിക്കേഷൻ, ഇപ്പൊ ക്ലയന്റിനെ മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു OTP വെരിഫിക്കേഷൻ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ പോസിബിൾ ആണ്. ടാസ്ക് സ്കെഡ്യൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എല്ലാം റിപ്പീറ്റഡ് ഏത് ദിവസമാണ്, ഡെയിലി ആണോ അതെയോ എങ്ങനെയാണ്, എവരി വീക്ക് ആണോ, കസ്റ്റം ആണോ, അത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതാണ് നമ്മൾ ഇതിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഫോം അഡീഷൻ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിന്റെ ഉള്ളിൽ പിന്നെ നമ്മൾ ചെയ്യുന്നത്. കസ്റ്റമർ അഡീഷൻ നമുക്ക് ഓപ്ഷനാണ്, നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. നമുക്ക് ഇവിടുന്ന് ബൾക്കായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ബൾക്കായിട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം നമ്മളിവിടെ കൊടുക്കുന്നതാണ്. പിന്നെ അതിന്റെ സെറ്റിംഗ്സ് പാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ടെംപ്ലേറ്റ് കസ്റ്റമൈസ്, ടാസ്കിന്റെ ആണെങ്കിലും കസ്റ്റമറിനെ ആഡ് ചെയ്യുന്നതാണെങ്കിലും ടെംപ്ലേറ്റ് കസ്റ്റമൈസേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ ആയിരിക്കും ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ അതൊക്കെയാണ് ഏകദേശം ഒരു ഐഡിയ നമുക്ക് വരുന്നത്.